UGC നെറ്റ് പേപ്പർ 1ൻ്റെ PYQ സെഷനാണ് നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 2026 ജനുവരിയിൽ, അതായത് കഴിഞ്ഞ നെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. പേപ്പർ 1ൽ ഒരുപാട് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റിൽ NTA സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ PYQ സെഷൻ പേപ്പർ 1ൻ്റെ കിട്ടും. പേപ്പർ 2 ഓരോ സബ്ജക്റ്റിനും അതിന് 1-2 ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്ക് അവൈലബിൾ ആവുള്ളൂ. പക്ഷെ പേപ്പർ 1 എല്ലാ സബ്ജക്റ്റിനും ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ PYQs നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, നന്നായി പ്രാക്ടീസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് PYQ പേപ്പർ 1 ആണ്. 2026 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അറേഞ്ച് ദ ഫോളോയിങ് ഷീറ്റ്സ് ഓഫ് പേഴ്സണാലിറ്റി ഫ്രം ദ ലോവർ ഓർഡർ ടു ഹയർ ഓർഡർ. ഇത് എന്താണ്, നമ്മൾ ആൻഷ്യൻ ഇന്ത്യൻ ഫിലോസഫിക്കൽ ടെക്സ്റ്റ് തൃതീയ ഉപനിഷത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഇതിൽ എന്താണ്, മനുഷ്യൻ്റെ എന്താണ് പഞ്ചകോശ എന്ന് പറയുന്ന ടേമുമായി ബന്ധപ്പെട്ടുള്ള ടേമാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇതിന് എന്താണ് ലോവർ ടു ഹയർ ഓർഡറിലേക്ക് എഴുതുക എന്നതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ആനന്ദമയ കോശ, പ്രാണമയ കോശ, അതുപോലെ അന്നമയ കോശ, വിജ്ഞാനമയ കോശ, മനോമയ കോശ. ഇതിലേതാണ് ഏറ്റവും ആദ്യം, ഏറ്റവും പുറമേ ഉള്ളത്, ഏറ്റവും ഉള്ളിലുള്ളത് ഇതാണ്. ആ ഓർഡറിൽ ഇത് വേർതിരിച്ച് എഴുതാനാണ് പറയുന്നത്. നമുക്കതിനെക്കുറിച്ച് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ ഓർഡർ വരുന്നത്. ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് ജസ്റ്റ് ഇവിടെ എഴുതി വെക്കാം. തൈത്രീയ ഉപനിഷത്തിലാണ്. ഇതിൽ ആണ് ഈ പഞ്ചകോശ എന്ന ടേമിലാണിത് ഇത് പറയുന്നത്. പഞ്ചകോശ, പഞ്ച എന്ന് പറഞ്ഞാൽ 5 എന്നാണ് അർത്ഥം. കോശ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷീത്ത് അല്ലെങ്കിൽ ലെയർ, അല്ലെങ്കിൽ നമുക്ക് കവറിങ് എന്ന് പറയാം. ഈ ഉപനിഷത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മനുഷ്യന് എന്തുണ്ട്, 5 വസ്ത്രങ്ങളുണ്ട് എന്നാണ് പറയണത്. ഓക്കെ, നമ്മൾ നല്ല തണുപ്പുള്ള സമയത്ത് നമ്മൾ ഒന്നിലധികം വസ്ത്രങ്ങളൊക്കെ ധരിക്കൂലേ. നമ്മൾ ആദ്യം ഒരു കോട്ടിടും, ഷർട്ടിടും, പിന്നെ ഒരു കോട്ടിടും, പിന്നെ അങ്ങനെ ഒരുപാട് വസ്ത്രങ്ങൾ, 5 തട്ടുള്ള വസ്ത്രങ്ങൾ, 5 വ്യത്യസ്ത വസ്ത്രങ്ങൾ മനുഷ്യനുണ്ട് എന്നാണ് ഈ ഉപനിഷത്ത് വിശദീകരിക്കുന്നത്. ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ, ഒരു ഉള്ളിയൊക്കെ പോലെ, ഉള്ളി തൊലിച്ചാലെന്നുണ്ടാവും, അതിനുള്ള വേറെ ലെയർ ഉണ്ടാവും. അത് തൊലിച്ച് കഴിഞ്ഞാൽ വേറെ ലെയർ ഉണ്ടാവും, അത് തൊലിച്ച് കഴിഞ്ഞാൽ വേറെ ലെയർ ഉണ്ടാവും. അങ്ങനെ 5 ലെയറുകൾ ഉണ്ടായിരിക്കും. ഈ 5 ലെയറുകളും എന്തല്ല, മനുഷ്യനല്ല, ഇതിനുള്ളിലാണെന്നുള്ളത് നമ്മളുള്ളത്. നമ്മുടെ വസ്ത്രമാണ് ഈ 5 ലെയറുകൾ എന്നാണ് ഇതിൽ വിശദീകരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലാണ് ഡിവൈൻ സെൽഫുള്ളത്, ആത്മനുള്ളത് എന്നൊക്കെയാണ് ഈ ഉപനിഷത്ത് വിശദീകരിക്കുന്നത്. മോക്ഷം നേടുന്നതിന് വേണ്ടിയിട്ട് ഈ ലെയറുകളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് ഇതിൽ പറയുന്നുണ്ട്. നമുക്ക് ഓരോന്ന് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഏറ്റവും ഔട്ടർ ലെയർ ഇതാണെന്ത്, അന്നമയ കോശ എന്ന് പറയുന്നത്. ഈ പുറത്ത് ലെയറാണിത് വരുന്നത്. ഓക്കെ, ഇത് മൊത്തം ശരീരവുമായി കണക്ട് ചെയ്തിട്ടുള്ള ഭാഗമാണ്. അതിൻ്റെ താഴെ വരുന്നതാണ് പ്രാണമയ കോശ.
അത് വരുന്നത് സെക്കൻഡ് ലെയറാണ്. ഓക്കെ, പിന്നെ വരുന്നത് മനോമയ കോശ. മനോമയ കോശ എന്ന് പറഞ്ഞാൽ തേർഡ് ലെയറാണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് വിജ്ഞാനമയ കോശ, അത് വരുന്ന ഫോർത്ത് ലെയറാണ്. ആനന്ദമയ കോശ എന്ന് പറഞ്ഞാൽ ഈ ഫിഫ്ത്ത് ലെയറാണ്. ഓക്കെ, ഇതാണ് ആനന്ദമയ കോശം. ഈ ഫസ്റ്റ് കോശ എന്ന് പറഞ്ഞാൽ എന്താണ്? അന്നമയ കോശ ശരീരവുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ പ്രാണമയവും മനോമയവും വിജ്ഞാനമയവും ഈ എന്താണ് ഇടയിൽ വരുന്ന കോശമാണ്, ഭാഗങ്ങളാണ്, വസ്ത്രങ്ങളാണെന്ന് പറയാം. ആനന്ദമയ ഏറ്റവും ഉള്ളിലുള്ള കോശമാണ്. ഓരോന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ചോദിക്കുന്നില്ല, ഓർഡറിൽ എഴുതാൻ മാത്രമേ ചോദിക്കുന്നുള്ളൂ. നമുക്ക് എന്നാലും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഇവിടെ തന്നെ എഴുതാം, ഇവിടെ എഴുതാം. ഫസ്റ്റ് അന്നമയ കോശം. ഇത് നമ്മുടെ ഫിസിക്കൽ ബോഡിയുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു കോശമാണ്. ഓക്കെ, നമുക്ക് ഫുഡ് എന്ന് വേണമെങ്കിൽ ജസ്റ്റ് പറയാം. ഫുഡ് ഓക്കെ, അന്നമയ കോശം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അവർ ഫിസിക്കൽ ബോഡി, ഫുഡ് വായിക്കാം, ഫിസിക്കൽ ബോഡി. അപ്പോൾ ഇതിൽ ആദ്യത്തേത് വരുന്നത് അന്നമയ കോശമാണ്, സി ആണ് 1. നമ്മൾ ഫിസിക്കൽ ബോഡിയാണ് വരുന്നത് കേട്ടോ. ജസ്റ്റ് നമ്മൾ അന്ന എന്നോട് ഉദ്ദേശിക്കുന്നത് ഫുഡ് എന്നാണ് അർത്ഥം. അന്ന, അവിടെ നമ്മൾ അന്ന ഈക്വൽ ടു ഫുഡ്. നമ്മുടെ ഏറ്റവും പുറമേ ഉള്ള ബോഡിയാണിത്. നമ്മുടെ ശരീരം ഭക്ഷണം കഴിക്കുന്നതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ബോഡി നിലനിൽക്കുന്നത് നമുക്കറിയാം. ഇതിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. സ്കിന്ന്, അതുപോലെ തന്നെ ബോൺസ്, അതുപോലെ തന്നെ മസിൽസ്, അതുപോലെ തന്നെ ഓർഗൻസ്, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. ഓക്കെ, നമുക്ക് എന്താണ് ഇത് മെയിനായിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബാലൻസ് ചെയ്യുന്നത്, ശരീരം എപ്പോഴും ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് നല്ല ന്യൂട്രീഷനുള്ള ഫുഡ് കഴിക്കുന്നതിലൂടെയാണ്. ഗുഡ് ന്യൂട്രീഷൻ കുറഞ്ഞു കഴിഞ്ഞാലും ശരീരത്തിൽ ഇംബാലൻസ് ഉണ്ടാവും. ന്യൂട്രീഷൻ കൂടിക്കഴിഞ്ഞാലും എന്തുണ്ടാവും, ശരീരത്തിൽ ഇംബാലൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ എക്സസൈസിലൂടെ എന്ത് ചെയ്യും, ശരീരത്തിൽ ബാലൻസ് ഉണ്ടാവും. ഫിസിക്കൽ എക്സസൈസ്, യോഗ എന്ന് വേണമെങ്കിൽ പറയാം. അത് ഇവിടെ പറയുമ്പോൾ യോഗ പറയാം. അതുപോലെ പ്രോപ്പർ റെസ്റ്റ്, ഇതിലൂടെയൊക്കെ നമുക്ക് ഈ അന്നമയ കോശത്തിന് ബാലൻസ് നിലനിർത്താൻ പറ്റും. ഓക്കെ, ഇവിടെ ബാലൻസ് എഴുതാം. ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിസിക്കൽ ബോഡി, അതായത് അന്നമയ കോശ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. നമുക്ക് ജസ്റ്റ് ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എന്തുമായി കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, നമുക്ക് പറയാം എന്താണ്, നമ്മൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ പറയാം. ഓക്കെ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. നമ്മുടെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനും തൊടാനും പറ്റുന്ന കമ്പ്യൂട്ടറിൻ്റെ കുറേ ഭാഗങ്ങളുണ്ടല്ലോ. ഏതൊക്കെയാണ്? മൗസ്, കീബോർഡ്, സ്ക്രീന്, ഇതൊക്കെ എന്താണ്, കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ ആണ്. അത് കമ്പ്യൂട്ടറിൻ്റെ ഫിസിക്കൽ ബോഡിയാണ്. ഇതുപോലെ മനുഷ്യരുടെ ശരീരത്തിലുള്ള സ്കിന്ന്, ബോണ്, മസിൽസ്, ഇതൊക്കെ പോലെ തന്നെ
പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് സെക്കൻഡിലേക്ക് പോവാം. രണ്ടാമതാണ് പ്രാണമയ കോശം. പ്രാണമയ കോശം ഇത് നമ്മളെ ബ്രീത്ത് അല്ലെങ്കിൽ ലൈഫ് ഫോഴ്സ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മളെ ശ്വാസം അല്ലെങ്കിൽ നമ്മളെ ജീവശ്വാസം. ഓക്കെ, നമുക്ക് ഇതിനെന്താണ്, നമ്മൾ നേരത്തെ ഫിസിക്കൽ ബോഡി എന്നാണല്ലോ അന്നമയ കോശത്തിന് പറഞ്ഞത്. ഇവിടെ നമ്മൾ ഒരു വൈറ്റൽ എനർജിയായി നമുക്ക് നിലനിർത്തുന്ന, നമ്മുടെ ശരീരത്തിൽ നിലനിർത്തുന്ന വൈറ്റൽ എനർജിയാണെന്ത്, ഈ പ്രാണമയ കോശം. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ലൈഫ് ഫോഴ്സ് ഓർ ബ്രീത്ത്. ഇത് നമുക്ക് പ്രാണ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് നമ്മൾ ഒരു വൈറ്റൽ എനർജിയാണ്, നമ്മളെ ശരീരത്തിൽ മൊത്തം നിലനിൽക്കുന്ന ഒരു വൈറ്റൽ എനർജിയാണ്. ഇത് നമ്മളെ ബോഡിയെ മൊത്തം ഹോൾഡ് ചെയ്ത് വെക്കുന്നത് എന്താണ്? ഈ പ്രാണ എന്ന് പറയുന്ന ഈ വൈറ്റൽ എനർജിയാണ്. ഇത് ശ്വാസത്തിലൂടെയാണ്, ബ്രീത്തിങ്ങിലൂടെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, നിലനിൽക്കുന്നത്. ഇതിലൂടെ ബയോളജിക്കൽ ഫങ്ഷൻസൊക്കെ നടക്കും, സർക്കുലേഷൻ, ഡൈജസ്റ്റൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും. ഈ പ്രാണ നമ്മുടെ ശരീരത്തിൽ നിന്ന് ലീവ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി എന്ത് ചെയ്യും, നശിച്ചു പോകുമെന്നാണ് പറയുന്നത്. ജസ്റ്റ് ഇവിടെ അങ്ങനെ എഴുതി വെക്കാം. ഓക്കെ, പ്രാണ ഈസ് എ വൈറ്റൽ എനർജി. ദാറ്റ് ഫ്ലോസ്. ഇത്രയൊന്നും നമുക്ക് വിശദമായിട്ട് പഠിക്കൊന്നും വേണ്ട കേട്ടോ. പക്ഷേ ഇനി വരാൻ പോകുന്ന എക്സാമിൽ ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഭാഷകാരൻ ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ ഇതിൽ തെറ്റുത്തരങ്ങളായിട്ടും എന്ത് ചെയ്യും, ഇതിലേതെങ്കിലും അന്നമയ കോശ എന്ന് പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലും. അപ്പോൾ നമുക്കത് ഒഴിവാക്കണമെങ്കിൽ തന്നെ അത് എന്താണെന്ന് മനസ്സിലാക്കണം. ദാറ്റ് ഫ്ലോസ് ത്രൂ ദ ബോഡി. നമ്മളെ ഒരു വൈറ്റൽ എനർജിയാണ്. നമ്മളെ ബോഡിയിൽ എന്താണ്, ബോഡിയിൽ ഇതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഇത് നമ്മളെ ഫിസിക്കൽ ബോഡി എന്ത് ചെയ്യും, ഹോൾഡ് ചെയ്ത് വെക്കും. ഇറ്റ് ഹോൾഡ്സ് ദ ഫിസിക്കൽ ബോഡി ടുഗദർ. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, നമ്മൾ ഒരുപാട് ഫിസിക്കൽ ബോഡി അന്നമയ കോശത്തിൽ പറഞ്ഞു, ഇതൊക്കെ ഒരുമിച്ച് നിർത്തുന്നത് ഈ എന്താണ്, ഇതാണ്, ഈ ബോഡിയാണ്. പിന്നെ നമ്മളെ ബയോളജിക്കൽ ഫങ്ഷൻസിനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഉദാഹരണത്തിന് നമുക്ക് പറയാം സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേഷൻ ആട്ടോ ഉദ്ദേശിച്ചത്. ഡൈജഷൻ, എക്സെട്ര. അങ്ങനെ കുറേ കാര്യങ്ങൾ. നമ്മൾ എപ്പോഴാണോ നമ്മളെ ശരീരത്തിൽ നിന്ന് പ്രാണം ഇല്ലാതാവുന്നത്, ബോഡി എന്ത് ചെയ്യും, അതോടൊപ്പം തന്നെ നശിച്ചു പോവും. ഓക്കെ, നമുക്ക് പറയാം, ഇഫ് പ്രാണ ലീവ്സ്
ഫിസിക്കൽ ബോഡി ഡൈസ്. പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് അന്നമയ കോശവും പ്രാണമയ കോശവും. ഇനി അടുത്ത കോശത്തിലേക്ക് പോവാം. അപ്പോൾ രണ്ടാമത്തത് പ്രാണമയ കോശം. അത് ഇതാണ് രണ്ടാമത്തത് വരുന്നത്. ഇനി മൂന്നാമത്തതിലേക്ക് നമുക്ക് പോവാം. ഏതാണ്? മനോമയ കോശമാണ്. മനോമയ കോശം മൂന്നാമത്തെ കോശം. മനോമയ കോശം ജസ്റ്റ് എഴുതാം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മെൻ്റൽ ഷീറ്റാണ്. മനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ മെൻ്റൽ ഷീറ്റ്. ഇത് നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ടൊരു പറയുകയാണെങ്കിൽ എന്താണ്, നമ്മളെ മൈൻഡ്, ഇമോഷൻസ്, സെൻസസ് ഇതൊക്കെ ഇതുമായി കണക്ട് ചെയ്തതാണ്. അവർ എവരിഡേ മൈൻഡ്, ഇമോഷൻസ്, അതുപോലെ തന്നെ സെൻസസ്, ഇതൊക്കെ നിലനിൽക്കുന്നത് ഈ മനോമയ കോശം ഉള്ളത് കൊണ്ടാണെന്നാണ് ഉപനിഷത്ത് പറയുന്നത്. ഇവിടെ മന എന്ന് പറഞ്ഞാൽ മൈൻഡ് എന്നാണ് അർത്ഥം. ഓക്കെ, ഇത് ശ്രദ്ധിച്ച് വെക്കണം. ഇവിടെ നമ്മൾ തൊട്ട് മുകളിൽ പ്രാണ എന്ന് പറഞ്ഞല്ലോ. പ്രാണ എന്ന് പറഞ്ഞാൽ ലൈഫ് ഫോഴ്സ് ആണ്. ലൈഫ് ഫോഴ്സ്, പ്രാണ ലൈഫ് ഫോഴ്സ് ആണ് പ്രാണ. അതുപോലെ തന്നെ അന്ന എന്നിവിടെ നമ്മൾ പറഞ്ഞല്ലോ. അന്ന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫുഡാണ്. ഫുഡ്. ഓക്കെ, അപ്പോൾ മനോമയ കോശം. നമ്മളെ സെൻസറി ഇൻപുട്സൊക്കെ മാനേജ് ചെയ്യുന്നത് ഇവിടെയാണ്. നമ്മളെ തോട്ട്സ്, മെമ്മറി, ഇങ്ങനെയുള്ള ഇമോഷൻസ് ഇതൊക്കെ നിലനിൽക്കുന്നത് ഈ മനോമയ കോശയിൽ നിന്നാണ്. ഓക്കെ, ജസ്റ്റ് ഇവിടെ ഒന്ന് എഴുതിയിടാം, ഫുള്ളായിട്ട് എഴുതുന്നില്ല. പ്രോസസ്സസ്, സെൻസറി ഇൻപുട്സ്, what you see, hear, taste, etc. ഓക്കെ, ഇതനുസരിച്ച് നമ്മൾ എന്താണോ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കാണുന്നത്, കേൾക്കുന്നത്, അതനുസരിച്ച് നമ്മുടെ ഇമോഷൻസും ബിഹേവിയറൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഇതിൻ്റെ മനോമയ കോശമാണ് ചെയ്യുന്നത്. ആൻഡ് മാനേജസ് ഓട്ടോമാറ്റിക് തോട്ട്സ്, മെമ്മറീസ്, ഡിസയർ, ആൻഡ് ഇമോഷണൽ റിയാക്ഷൻ. അതായത് ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു കാര്യം കാണുകയാണ്, ഒരു നായയെ കാണുകയാണ്. അപ്പോൾ നായ പണ്ടേ നമുക്ക് പേടിയാണല്ലോ. അങ്ങ് പേടിയുള്ള ആൾക്കാരുണ്ടാവും, സ്നേഹമുള്ള ആൾക്കാരുണ്ടാവും. നായയെ പേടിയുള്ള ആൾക്കാരാണെങ്കിൽ ഒരു നായയെ കാണുകയാണ്. അത് സെൻസറി ഇൻപുട്ട് പ്രോസസ്സ് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യും, നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ തോട്ട്സ് വരും. നായ കടിക്കും, നായ പഴയ കടിച്ച ഓർമ്മകൾ വരും, അങ്ങനെയൊക്കെ ഉണ്ടാവും.
അപ്പോൾ അതിന് ഒരു ഇമോഷണൽ റിയാക്ഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ ഉള്ളിലേക്ക് വരും. ഭയമായിട്ടാവും, സങ്കടമായിട്ട്, സന്തോഷമായിട്ട്, വെറുപ്പായിട്ട്, ദേഷ്യമായിട്ട് ഒക്കെ എന്ത് ഇമോഷണൽ റിയാക്ഷനൊക്കെ ഇതിന് ഉറവിടം എന്ന് പറയുന്നത് മനോമയ കോശാണെന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് ജസ്റ്റ് ഈ ഇമോഷണൽ റിയാക്ഷന് ജസ്റ്റ് ഉദാഹരണം പറയുകയാണെങ്കിൽ ആങ്കർ, ദേഷ്യം, ജോയ്, അതേപോലെ ആങ്സൈറ്റി, ഇതൊക്കെ ഒരു ഉദാഹരണങ്ങളാണ്. ഇത് മാത്രമല്ല കേട്ടോ, എക്സെട്ര, ഇങ്ങനെ എന്തും ആവാം. നമ്മൾ ശരിക്ക് നമ്മളെ ഈഗോയുമായി കണക്ട് ചെയ്ത, നമ്മൾ ഈഗോയുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ് ഈഗോ ഡിവൻ റിയാക്റ്റീവ് മൈൻഡ്. ഓക്കെ, ഒരു ഇതിൽ മെയിനായിട്ട് നമ്മളെന്താണ്, ഇവിടെ നമ്മളൊരു കാര്യം പറയാൻ വിട്ടുപോയത്, അവിടെ നമ്മൾ ബ്രീത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ അല്ലേ. ഓക്കെ, ഇവിടെ നമ്മൾ ശരിക്ക് ബാലൻസ് ചെയ്യുന്നത്, നമ്മളെ ഈ മൈൻഡ് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെ പോസിറ്റീവ് തിങ്കിങ്, മൈൻഡ്ഫുൾനെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിനെ ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റും. ഓക്കെ, ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ബാലൻസ്, പോസിറ്റീവ് തിങ്കിങ്ങിലൂടെ നമുക്ക് ഈ മനോമയ കോശത്തെ ബാലൻസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ മൈൻഡ്ഫുൾനെസ്, ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യാം, നമ്മളെ ഈ മനോമയ കോശത്തെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ ലാസ്റ്റ് പറയാം. ഓക്കെ, ഇനി മൂന്നാമത്തെ കഴിഞ്ഞു, ഇനി നാലാമത്തേലേക്ക് പോവാം. വിജ്ഞാനമയ കോശം അല്ലേ. വിജ്ഞാനമയ കോശമാണ് നാലാമത്തെ കോശമായിട്ട് പറയുന്നത്. എക്സ്പ്ലനേഷൻ കുറച്ച് കൂടുന്നുണ്ടാവും, പക്ഷേ ഇത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ പറയുന്നത്, വിശദമായിട്ട് പറയണം. അങ്ങനെ കാണാറുണ്ട്. ഇതേ ക്വസ്റ്റ്യൻ വരുമൊന്നുമില്ല, പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട എവിടെയെങ്കിലും എന്തെങ്കിലും ബന്ധമുള്ള ആ റേഞ്ചിൽ വരുന്ന ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പോൾ ഇത് ക്ലിക്കായി കഴിഞ്ഞാൽ, അത് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും, ഓപ്ഷൻസ് കമ്പയർ ചെയ്യാൻ പറ്റും. വിജ്ഞാനമയ കോശം, അപ്പോൾ നമ്മൾ മനോമയ കോശം പറഞ്ഞു അല്ലേ. ഇനി വിജ്ഞാനമയ കോശം 4. വിജ്ഞാനമയ കോശം, ടെക്സ്റ്റിൽ ക്വസ്റ്റ്യനിൽ കോശ് എന്നാണ് പറയുള്ളത്, കോശ എന്നാണ് എങ്ങനെയും പറയാം. ഇത് നമുക്ക് നമ്മളെ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള, വിസ്ഡവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പാട്ടാണിത്. ഓക്കെ, വിജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മളെ നോളജ്, വിസ്ഡം എന്നുകൊണ്ടൊക്കെ ആണത് ഉദ്ദേശിക്കുന്നത്. സിമ്പിളായിട്ട് പറയാം, വിസ്ഡം എന്ന് പറയാം. ഓക്കെ, ഇത് സിമ്പിളായിട്ട് ഇത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളെ ഇൻഫോർമേഷൻ, അവർ ഹയർ ഇൻ്റലക്റ്റ്. വിജ്ഞാനം എന്ന് പറഞ്ഞ വാക്ക് തന്നെ എന്ത് നമുക്ക് കിട്ടും. അതുപോലെ കൺസൈൻസ്, ഹയർ ഇൻ്റലക്റ്റ് എന്ന് പഠിച്ചാൽ നമ്മൾ ഇൻഫോർമേഷനുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ്. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഡീപ്പ് നോളജിന് എന്ത് പറയും, വിജ്ഞാന എന്ന് പറയും. സാധാരണ നോളജ് അല്ല, ഡീപ്പ് നോളജ്. വിജ്ഞാന ജസ്റ്റ് ഇവിടെ ഒന്ന് എഴുതിയിടാം. വിജ്ഞാന മീൻസ് ഡീപ്പ് നോയിങ്. ഓക്കെ, വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഡീപ്പ് നോളജ് അല്ലെങ്കിൽ ഡീപ്പ് നോയിങ്. അത് മെയിനായിട്ട് ഇത് ലോജിക്ക്, അതുപോലെ തന്നെ എത്തിക്സ്, അതുപോലെ തന്നെ ജഡ്ജ്മെൻറ്റ്, അതുപോലെ തന്നെ വിൽ പവർ,
ഇതൊക്കെ നിലനിൽക്കുന്ന ഈ കോശവുമായി ബന്ധപ്പെട്ടാണ്, വിജ്ഞാനമയ കോശവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ, ഇവിടെ മെയിൻ നമ്മൾ എന്താണ്, നമ്മൾ റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കുന്നതൊക്കെ ഈ വിജ്ഞാനമായ കോശത്തിൻ്റെ ബേസിലാണ്. ഓക്കെ, ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണഗതിയിൽ നമ്മൾ ഡീപ്പ് മെഡിറ്റേഷനൊക്കെ ചെയ്യും. നമ്മൾ ഇവിടെ എന്തെങ്കിലും ഈ വിജ്ഞാനമായ കോശത്തിൽ എന്തെങ്കിലും ഇംബാലൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല മെത്തേഡുകളുണ്ട്. അതിലൊന്നാണെന്ത്, ഡീപ്പ് മെഡിറ്റേഷൻ. അതുപോലെ തന്നെ ഫിലോസഫിക്കൽ ടെക്സ്റ്റുകൾ വായിക്കുക. ഫിലോസഫിക്കൽ ടെക്സ്റ്റ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് വേദഗ്രന്ഥങ്ങളൊക്കെ കേട്ടോ. ഫിലോസഫിക്കലായിട്ടുള്ള ടെക്സ്റ്റുകൾ പഠിക്കുക അല്ലെങ്കിൽ വായിക്കുക. അതിലൂടെ നമ്മൾ വിജ്ഞാനമയ കോശത്തിൽ നിന്നുണ്ടാവും ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റും. ബാലൻസ് ഡീപ്പ് മെഡിറ്റേഷൻ സ്റ്റഡി, ഫിലോസഫിക്കൽ ടെക്സ്റ്റിലൂടെയൊക്കെ ഡീപ്പ് ഒരു ബാലൻസ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്തത് നോക്കണേ ആനന്ദമയ കോശ. ആനന്ദമയ കോശ എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ അല്ലേ, അഞ്ചാമത്താണ് ആനന്ദമയ കോശ. ഇത് ഏറ്റവും താഴെ തട്ടിലുള്ള നമ്മളെ ഉള്ളിലുള്ള കോശാണെന്ത്, കോശം എന്ന് പറഞ്ഞാൽ നമ്മളെ പാളി, വസ്ത്രം എന്ന് മനസ്സിലാക്കിയാൽ മതി. വസ്ത്രം, ഇതൊക്കെ വസ്ത്രങ്ങളാണ്, നമ്മളിതൊന്നുമല്ല എന്നാണ് ഈ ഉപനിഷത്ത് പറയുന്നത്. ആനന്ദമയ കോശം ജസ്റ്റ് ഒന്ന് എഴുതാം, ആനന്ദമയ കോശം. ആനന്ദമയ കോശം ഇത് നമ്മളെ ഇന്നർ മോസ്റ്റ് ലെയറാണ്. നമ്മുടെ ഏറ്റവും ഉള്ളിലുള്ള പാളിക്കാണെന്ന് പറയാം നമ്മളെ പീസ്, സമാധാനവും നമ്മൾ ജോയൊക്കെ നിലനിൽക്കുന്നത് ഈ ഇന്നർ മോസ്റ്റ് പാർട്ടിലാണ്. ഓക്കെ, ദ ഇന്നർ മോസ്റ്റ് ലെയർ ഓഫ് പ്യൂർ joy and peace. സമാധാനം എല്ലാം നിലനിൽക്കുന്നത് ഈ ഇതിലാണ്. ഇവിടെ ആനന്ദ എന്ന് പറഞ്ഞാൽ ബ്ലെസ് എന്നാണ് അർത്ഥം. ആനന്ദ എന്ന് പറഞ്ഞാൽ ബ്ലെസ്. ഓക്കെ, സോറി, ബ്ലെസ്സിൻ്റെ സ്പെല്ലിങ് മാറിപ്പോയി. പ്ലസ് നമ്മൾ എന്താണ്, കേട്ടില്ല. കേട്ടില്ല. എന്താ പറഞ്ഞത്, കേൾക്കണില്ലല്ലോ. ബ്ലിസ്. ഓക്കെ, ഒരു മിനിറ്റ്. ബ്ലിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആനന്ദം അല്ലെങ്കിൽ എന്താണ്, യെസ് അൾട്ടിമേറ്റ് പ്ലഷറിനാണെന്ന് പറയാം, ബ്ലിസ് എന്ന് പറയാം. ബ്ലസ് അനുഗ്രഹത്തിൻ്റെ ബ്ലസ് അല്ല. നമ്മൾ എന്താണ് അതിന് പറയാം. യെസ്, ഈ നിങ്ങളെന്താ പറഞ്ഞ ഒരു വേർഡ് പറഞ്ഞല്ലോ, എന്താണ്, യെസ് അൾട്ടിമേറ്റ് പ്ലഷർ എന്ന് വേണമെങ്കിൽ പറയാം. ആനന്ദം, നമ്മൾ ഭയങ്കര പ്ലഷർ ഉണ്ടാവുന്ന ഒരു പോയിന്റിനാണെന്ന് പറയാം, ബ്ലിസ് എന്ന് പറയാം. ഇത് നമ്മുടെ ട്രൂ ആത്മാവുമായി, സോളുമായി കണക്ട് ചെയ്യുന്ന പാട്ടാണ് കേട്ടോ.
അതുപോലെ തന്നെ നമ്മളെ ഇമോഷണൽ ഹാപ്പിനെസ് ഇതൊക്കെ നിലനിൽക്കുന്നത് നമ്മളെ പീസ്, നമ്മളെ എന്താണ് നമ്മളെ സ്ട്രെസ്, എന്താണ് നമ്മളെ ഹാപ്പി മൂമെൻറ്റ് ഇതൊക്കെ നിലനിൽക്കുന്നത് ഈ ആനന്ദമയ കോശത്തിലാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇങ്ങനെ എഴുതാം. ഓക്കെ, ക്ലോസസ്റ്റ് ടു ട്രൂ സോൾ അല്ലെങ്കിൽ ട്രൂ സെൽഫ് എന്നും പറയാം, അല്ലെങ്കിൽ സോൾ എന്നും പറയാം. ഈ സെൽഫ്, ഞാൻ, അല്ലെങ്കിൽ എന്താണ് അഹം എന്ന ഒരു പാട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഭാഗമാണ് ഈ ആനന്ദമയ കോശം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണ് എക്സ്റ്റേണൽ ഹാപ്പിനെസ്സുമായിട്ട് ഇതെന്തില്ല, ഇമോഷൻസൊക്കെ ഇൻറ്റേർണൽ പീസ്, ഇൻറ്റേർണൽ ഹാപ്പിനെസ്, സെൽഫ്, എന്താണ് ഒരു ഇവിടെയാണ് എന്ത് നടക്കുന്നത്, ഈ എന്താണ് മോക്ഷം എന്ന് പറയുന്ന ഭാഗമൊക്കെ ഇത് കഴിഞ്ഞിട്ടുള്ള പാട്ടാണ്. അപ്പോൾ നമ്മൾ ഇൻറ്റേർണൽ സെൽഫ് സാറ്റിസ്ഫാക്ഷനൊക്കെ ഇതിൽ വരുന്നതാണ്. ഓക്കെ, ഇതിൽ മെയിനായിട്ട് ഇത് ബാലൻസ് ആയിട്ട് ഈ ഭാഗം ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡീപ്പ് മെഡിറ്റേഷനൊക്കെ യൂസ് ചെയ്യും. ഡീപ്പ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ സമാധി എന്ന വാർഡൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഡീപ്പ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ സമാധി എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള സമാധികളുണ്ട് കേട്ടോ. നമ്മൾ ഫിലോസഫിക്കലി പറയുകയാണെങ്കിൽ ഒരാൾ മരിച്ചു പോകുമ്പോഴുള്ള സമാധിയുണ്ട്, മരിക്കുന്നതിന് മുമ്പുള്ള ഒരു സമാധിയുണ്ട്. മരിക്കുന്നതിന് മുമ്പുള്ള സമാധി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ട്രൂ സെൽഫിനെ തിരിച്ചറിയുക എന്നുള്ളതാണെന്നാണ് ഫിലോസഫിയിൽ പറയുന്നത്. അതായത് നമ്മുടെ ഉള്ളിൽ ഒരു സെൽഫുണ്ട്, പ്യുവർ സെൽഫുണ്ട്, ആത്മൻ എന്നാണ് അതിന് പറയാം. ഈ ആത്മനെ തിരിച്ചറിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സമാധിയിലേക്ക് പോവും എന്നാണ് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും, ഈ സമാധിയിലേക്ക് പോവും. പിന്നെ മരിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമ്മൾ സമാധിയിലെത്തുന്ന ഒരു സ്റ്റേജാണ് ശരിക്കത്. ആൻഡ് സെൽഫ്ലെസ് സർവീസസ് ഈ സമയത്ത് നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്കെന്തുണ്ടാവും, ഈ ആനന്ദമായ കോശത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റും. സെൽഫ്ലെസ് സർവീസ്. സേവ എന്ന് പറയും, സെൽഫ്ലെസ് സർവീസ് അല്ലെങ്കിൽ സേവ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഈ ആനന്ദമായ കോശത്തിനെ എന്ത് ചെയ്യാം, നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓരോ ഫിലോസഫിക്കലായിട്ടുള്ള കൺസെപ്റ്റാണ്, സയൻറ്റിഫിക് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് പറയാൻ പറ്റില്ല. ഫിലോസഫി നമ്മളെ ഉപനിഷത്തിൽ അങ്ങനെയാണ് പറയുന്നത്, തൃതീയ ഉപനിഷത്തിൽ അങ്ങനെയാണ് പറയുന്നതെന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ ഒക്കെ അപ്പുറത്ത് നിന്നുണ്ട്, അപ്പുറത്താണ് നമ്മൾ ട്രൂ സെൽഫുള്ളത്. അത് ഇതിൽ ക്വസ്റ്റ്യനിൽ പറയുന്നൊന്നുമില്ല, പക്ഷെ നമുക്ക് അതെന്ത് ചെയ്യാം, അതും കൂടെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ അപ്പുറത്ത് നിന്നുണ്ട് ആത്മൻ എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി ഉണ്ട്, ആത്മൻ. ഓക്കെ, ഇത് നമ്മൾ എന്താണ് ഇതിൻ്റെ ഈ തൃതീയ ഉപനിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്ന് പറയുന്നത് ഇതൊന്നും നമ്മളല്ല, ഈ 5 ലെയറും നമ്മളല്ല, നമ്മളിതിൻ്റെ ഉള്ളിലുള്ള ആത്മൻ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മളെന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മളൊരു പുറംപാളികൾ മാത്രമാണ്. ഓക്കെ, ഈ 5 പാളികളെയും തിരിച്ചറിയുന്നതിലൂടെ നമുക്കെന്തുണ്ടാവും, ലിബറേഷൻ ഉണ്ടാവും, മോക്ഷം ഉണ്ടാവും എന്നാണ് ഈ ഉപനിഷത്ത് പറയുന്നത്. അതും കൂടെ ജസ്റ്റ് ഒന്ന് എഴുതിയിടാം. ഈ ഉപനിഷത്ത് പറയുന്നതാണ്, യു ആർ നൺ ഓഫ് ദീസ് 5 layers. യു ആർ ആത്മൻ. ഓരോ
ഓരോ റിലീജിയസ് പാർട്സിലും ഓരോ രീതിയിലാണ് കേട്ടോ പറയണത്. ഇപ്പോൾ നമ്മൾ ബുദ്ധിസം, ജൈനിസം, സൂഫിസം എന്നൊക്കെ പറഞ്ഞ ഓരോ ഭാഗങ്ങളും അതിലൊക്കെ ഓരോ ഇതൊക്കെ ഈസ്റ്റേൺ സൈക്കോളജിൻ്റെ കൂടെ ഭാഗമാണ്. ഇതിൽ ഈ സെൽഫ് എല്ലാത്തിലും സെൽഫിനെ കുറിച്ച് പറയുന്നത്, ട്രൂ സെൽഫ്, സെൽഫ് ഇല്ലാത്ത പേഴ്സ്പെക്റ്റീവ് പറയുന്നുണ്ട്. അങ്ങനെ കുറേ പലതരത്തിലുള്ള സെൽഫുകളുണ്ട്. സെൽഫാണ് ദൈവം, അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓരോ പേഴ്സ്പെക്റ്റീവിലും ഓരോ രീതിയിലാണ് വിശദീകരിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് പറയണത്, കുറച്ചും കൂടി ഡീപ്പായിട്ട് നിങ്ങൾ PhD ഒക്കെ ചെയ്യുകയാണെങ്കിൽ രസകരമായിട്ട് പഠിക്കാൻ പറ്റിയൊരു സാധനമാണിത്. ഇന്ത്യൻ ഫിലോസഫി, ഇന്ത്യൻ ഈസ്റ്റേൺ സൈക്കോളജി എന്ന് ഇതിന് പറയും. ആത്മൻ, ദ പ്യുവർ സെൽഫ്. ഓക്കെ, ഇത്രയാണ് മനസ്സിലാക്കണം. നമുക്ക് നമുക്ക് മോക്ഷം കിട്ടുന്നത് ശരിക്കും ഇതിനെക്കുറിച്ചൊക്കെ റിയലൈസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് മോക്ഷം ഉണ്ടാകുന്നതെന്നൊക്കെ ഇതിൽ പറയുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ പറഞ്ഞു തൃതീയ ഉപനിഷത്ത് അല്ലേ, തൃതീയ ഉപനിഷത്തിലാണ് ഇതെന്ത് ചെയ്യുന്നത്, വിശദീകരിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഇത് പഞ്ചകോശം എന്ന പറഞ്ഞ വേർഡാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ശരീരം ഒരു ഒനിയനെ പോലെയാണ്, ഒരു ഉള്ളിയൊക്കെ പോലെ മനസ്സിലാക്കുക. ചിത്രം നോക്കിയാൽ മനസ്സിലാവും. 5 പാളികൾ, ഷീറ്റുകൾ, ലെയറുകൾ മനുഷ്യനുണ്ട്. ഇതിൻ്റെ ഉള്ളിലുള്ള ഈ 5ാമത്തെ പാളിയുടെയും ഉള്ളിലാണ് മനുഷ്യനുള്ളത്. ഈ പാളികളൊന്നും മനുഷ്യനല്ല എന്നതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് കോശം അന്നമയ കോശമാണ്. നമ്മൾ ഫിസിക്കൽ ബോഡി ജസ്റ്റ് ഒരു കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണെങ്കിൽ, കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ മോണിറ്റർ, കീബോർഡ്, മൗസ്, സ്പീക്കർ, ഇതൊക്കെ കാണാൻ പറ്റുന്ന സാധനമാണല്ലോ. അതാണത് അന്നമയ കോശമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രാണമയ കോശം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഡീപ്പറാണ്. പ്രാണം ലൈഫ് ഫോഴ്സുമായി ബന്ധപ്പെട്ട, ബ്രീത്തിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസാണ്. ഇതാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഹാർഡ്വെയറിനെ, നമ്മളെ സ്കിന്നിനെയും ബോണിനെയും മസിൽസിനെയൊക്കെ ഒരുമിച്ച് കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കറണ്ട് ഉള്ളതുകൊണ്ടാണല്ലോ കീബോർഡും മൗസും സ്പീക്കറും ഒക്കെ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നത്. അതെ, അതിന് ഉദാഹരണമായിട്ട് പറയാം. പിന്നെ മനോമയ കോശമാണ്. മനോമയ കോശം എന്ന് പറഞ്ഞാൽ മനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോശമാണ്. ഇതിൽ നമ്മളെ തോട്ട്സ്, മെമ്മറീസ്, നമ്മളെ പഞ്ചേന്ദ്രിയങ്ങൾ തോട്ട്സായി മാറുകയും അത് ഇമോഷൻസായി മാറുകയൊക്കെ ചെയ്യുന്ന ഇവിടെയാണ്. ഒരു സോഫ്റ്റ്വെയർ പോലെ നമുക്ക് പറയാം. ഇപ്പോൾ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണം. അപ്പോൾ വീഡിയോ ആഡ് ചെയ്യുന്നതും അത് എഡിറ്റ് ചെയ്യുന്നതും എഫക്ട്സ് കൊടുക്കുന്നതും പിന്നെ അവസാനം നല്ലൊരു യൂട്യൂബ് വീഡിയോ ആയിട്ടൊക്കെ വരുന്നത് അതെന്താണ്, സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകതയാണല്ലോ. അതേപോലെ തന്നെ നമ്മളെ മനസ്സിൻ്റെ ഒരു വർക്കാണ്. നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഇൻഫോർമേഷൻസ് എടുത്തിട്ട് അത് പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ ഔട്ട്പുട്ടായിട്ട് വരുന്നതൊക്കെ ഇതിൽ വരുന്നതാണ്. പിന്നെ 4ാമത് വരുന്നതാണ് വിജ്ഞാനമയ കോശം. വിജ്ഞാനമയ കോശം നമുക്കൊരു മനോമയ കോശം പറഞ്ഞു, വിജ്ഞാനമയ കോശം പറഞ്ഞു. ഒരു കമ്പ്യൂട്ടർ OSനെ പോലെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. കമ്പ്യൂട്ടർ ഇപ്പോൾ നമ്മൾ മൈക്രോസോഫ്റ്റ് യൂസ് ചെയ്യും, അതുപോലെ ആപ്പിൾ iOS യൂസ് ചെയ്യും, അതുപോലെ ഉബുണ്ടു, ലിനക്സ് ഇതൊക്കെ യൂസ് ചെയ്യുന്ന മൊത്തത്തിൽ നമ്മളെ കമ്പ്യൂട്ടറിനെ ഒന്നിച്ച് കണക്ട് ചെയ്യുന്നൊരു കോശം പോലെയാണ്. അതുപോലെയാണ് ഇൻ്റലക്റ്റ് എന്ന് പറയുന്നത്. മൊത്തം എന്ത് സോഫ്റ്റ്വെയർ റൺ ചെയ്യണം, ഏത് ഓർഡറിൽ റൺ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ നിയന്ത്രിക്കുന്നത് ഈ OS ആണ്. ഓക്കെ, നമ്മളെ ലാപ്ടോപ്പിൽ Windows 11 ഉണ്ടാവും, അത് OS ആണ്. അതേപോലെ തന്നെയാണ് നമ്മൾ വിജ്ഞാനമായ നമ്മളെ ജഡ്ജ്മെൻറ്റ്, വിൽ പവർ, എത്തിക്സ്, ലോജിക്സ് ഇതൊക്കെ എന്തിൽ വരുന്നതാണ്, ഈ വിജ്ഞാനമായ കോശത്തിൽ വരുന്നതാണ്. പിന്നെ ആനന്ദമയ കോശം. ആനന്ദമയ കോശം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ ഓക്കെ അവിടെ പോയി പൂർണ്ണമായിട്ടുള്ള ആനന്ദം, കംപ്ലീറ്റ് നമ്മൾ ആനന്ദം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വല്ല പാട്ട് കേൾക്കുമ്പോഴോ അങ്ങനെ കിട്ടുന്ന ആനന്ദമല്ല, നമ്മൾ ആത്മാവിനുള്ള ആനന്ദത്തിനാണെന്ന് പറഞ്ഞത്, ബ്ലിസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മളെ സെൽഫിനെ തിരിച്ചറിയുന്ന സമയത്ത് നമ്മൾ മെഡിറ്റേഷനിലൂടെ ലഭിക്കുന്നൊരു ആനന്ദമുണ്ട്. അതിനാണ് ഈ സമാധി
എന്നൊക്കെ പറയുന്നത്. അത് ശരിക്കും മരിക്കുക എന്നുള്ളതിനെ സമാധിയായി എന്ന് പറഞ്ഞാൽ മരിച്ചു എന്നുള്ള വാക്കല്ല ശരിക്കും, അത് മീനിങ് അങ്ങനെയല്ല. അത് നമ്മൾ ട്രൂ സെൽഫിനെ തിരിച്ചറിയുന്ന സമയത്ത് ഈ സെൽഫ് എന്ന പോയിന്റിൽ നിന്ന് സെൽഫ് മാറിയിട്ട് എന്താണ് അവിടെ എന്താണ് ദൈവം വരികയൊക്കെ ചെയ്യും. അങ്ങനെ ഹിന്ദു ഫിലോസഫിക്കലി അങ്ങനെ പറയണത്, അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെയാണ് സമാധിയാവുന്നത്. അത് പിന്നെ മരിക്കുന്ന സമയത്തും അങ്ങനെ വരുന്ന സമയത്ത് ആ വ്യക്തി ഇല്ലാതാവുകയും പുതിയൊരു സെൽഫ് അവിടെ വരികയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഫിലോസഫിക്കലി പറയണത്. അത് നമ്മൾ ട്രൂ സെൽഫുമായി കണക്ട് ചെയ്തതാണ്. ഇവിടെ എന്ത് ചെയ്യും, സെൽഫ്ലെസ് സർവീസുകൾ ചെയ്യാൻ വ്യക്തി, അതിലൂടെ നമ്മൾ എന്താണ് ബോഡി, നമ്മളെ ഈ ആനന്ദമയ കോശത്തിനൊക്കെ ബാലൻസ് കൊണ്ടുവരാനൊക്കെ പറ്റും. ഇവിടെ ഇതൊക്കെ എന്താണ് നമ്മളെ ഈസ്റ്റേൺ സൈക്കോളജി, ഈസ്റ്റേൺ ഫിലോസഫി എന്നൊക്കെ പറഞ്ഞ പേരിൽ ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന ഭാഗങ്ങളാണ്. ഇതിൻ്റെ ഈ ലെയറിൻ്റെയൊക്കെ ഏറ്റവും ഉള്ളിലാണെന്നുള്ളത് ട്രൂ സെൽഫ് ഉള്ളത്. ട്രൂ സെൽഫിനെ നമ്മൾ ആത്മൻ എന്ന് പറയും. ഓക്കെ, നേരത്തെ ഇവിടെ പറഞ്ഞതാണ്. ഇവിടെയാണ് പ്യുവർ സെൽഫൊക്കെ ഉള്ളത്. ഈ ആത്മനാണ് നമ്മളെന്നാണ് ഈ ഉപനിഷത്ത്, തൃതീയ ഉപനിഷത്ത് പറയുന്നത്. ഇവിടെ ഈ ഉപനിഷത്ത് ഇങ്ങനെ പറയുകയാണെങ്കിലും വേറെ എന്താണ് നമ്മൾ പറയാം, ഈ ബുദ്ധിസത്തിലും ജൈനിസത്തിലും സൂഫിസത്തിലൊക്കെ വേറെ പേഴ്സ്പെക്റ്റീവ് പറയുന്നത്. ഈ വാക്കുകൾ തന്നെ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൽ ചെറിയ ചെറിയ ഡെഫിനേഷനിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ആ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറയാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ബീങ് എ കൺസ്ട്രക്റ്റിവിസ്റ്റ് ടീച്ചർ യു വിൽ നോട്ട് ഡു വാട്ട്? ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് ടീച്ചർ ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്താണ് എന്നാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. മേക്കിംഗ് യുവർ ലേണർ മോർ ആക്റ്റീവ്, ഗിവിങ് ഓപ്പർച്യൂണിറ്റി ടു ലേണേഴ്സ് ടു ഇൻ്റഗ്രേറ്റ് വാട്ട് ഈസ് പ്രസൻറ്റഡ് ആൻഡ് വാട്ട് ദേ ആൾറെഡി നോ, കൺസിഡർ ലേണർ ആസ് എ സെൻസ് മേക്കർ ഹു കൺസ്ട്രക്ട് നോളജ്, giving study materials to learners to recall and all the content perfectly. ഈ കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം, എന്നാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു തിയററ്റിക്കൽ ലേണിംഗ് തിയറിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു തിയറിയാണ്. ടീച്ചിങ് ആറ്റിറ്റ്യൂഡിലാണ് ഈ സാധനമൊക്കെ പറയുന്നത്. അതായത് കൺസ്ട്രക്റ്റിവിസം എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. കൺസ്ട്രക്റ്റിവിസം എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്ന ക്വസ്റ്റ്യൻ ആട്ടോ അത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഇതൊരു തിയറിയാണ്, ലേണിംഗ് തിയറിയാണ്. ഇത് കൊണ്ടുവന്നത് നോക്കട്ടെ. ഓക്കെ, ലേണിംഗ് തിയറി ഇത് കൊണ്ടുവന്നത് സൈക്കോളജിസ്റ്റായ 2 ആൾക്കാർ കൂടിയിട്ടാണ്. ജീൻ പിയാഷെ അതുപോലെ തന്നെ ലേവ് വിഗോസ്കി. ഓക്കെ, ലേവ് വിഗോസ്കിയും ജീൻ പിയാഷയും കൂടിയിട്ടാണ് ഈ കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഇത് സാധാരണ നമ്മൾ മുമ്പൊക്കെ പഠിക്കുന്ന പോലെ നോർമൽ ഒരു ലേണിംഗ് മെത്തേഡല്ല. നമ്മൾ കുറേ കാര്യങ്ങൾ കാണാതെ പഠിച്ചിട്ട് വേറെ പഠിക്കുക, അതായത് കുറേ പുസ്തകങ്ങൾ വാങ്ങുക, പുസ്തകങ്ങളുടെ ടോപ്പിക്ക് അതേപോലെ കാണാതെ പഠിക്കുക എന്നൊരു ടേമല്ല ഇതിൽ വരുന്നത്. നമ്മൾ ഏതുപോലെ ഒരു പാത്രത്തിൽ നിന്ന് വേറെ പാത്രത്തിലേക്ക് വെള്ളം ഒഴിക്കുക, അപ്പോൾ ശരിക്ക് ഈ പാത്രത്തിലുള്ള വെള്ളം അതേപോലെ ഇതിലേക്ക് ഒഴിക്കുകയാണല്ലോ. ഒരു എംപ്റ്റി വെസലിൽ നിന്ന് ഒരു ടാങ്കിലേക്കുള്ള വെള്ളം ഒഴിക്കുക, അതല്ല കൺസ്ട്രക്റ്റിവിസം എന്ന് പറഞ്ഞാൽ. ഇവിടെ നമ്മളെ നോളജ് നമ്മൾ സ്വയം കൺസ്ട്രക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളെ എക്സ്പീരിയൻസിലൂടെ, ആളുകളുമായുള്ള ഇൻട്രാക്ഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, സ്വയം പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക ചെയ്യാം. എക്സ്പീരിയൻസ് ബേസ്ഡ് നോളജാണ്, ഇൻട്രാക്ഷൻ ബേസ്ഡ് നോളജാണ്. അതിനാണ് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയാം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ്. ഇത് എന്താണ് ഈ ലേണിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് സാധാരണഗതിയിൽ നമ്മൾ ഈ
ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വരല്. ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഓപ്ഷൻസ് കൃത്യമായിട്ട് മനസ്സിലാവും. എന്നാലും ഇത് കുറച്ചും കൂടി ഡീപ്പായിട്ട് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പഠിക്കാതെ മനസ്സിലാവണമെന്നില്ല. ഓക്കെ, എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ആക്റ്റീവ്ലി കൺസ്ട്രക്റ്റ് their knowledge, their own knowledge based on their unique experiences and interaction with the world. അതായത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ സ്വയം ഓരോ കാര്യങ്ങളും ഇൻഫോർമേഷൻസ് നമ്മൾ സ്വയം നേടിയെടുക്കണം. നമ്മൾ ഏതെങ്കിലും പുസ്തകത്തിൽ നോക്കിയിട്ട് പഠിക്കുക എന്നതല്ല. നമ്മളെ എക്സ്പീരിയൻസിൻ്റെയും നമ്മളെ ഇൻട്രാക്ഷൻ്റെയും ബേസിൽ നമ്മൾ നേടിയെടുക്കുന്ന നോളജിനെയാണ് എന്താ പറയുക, ഈ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്. ഇത് ലേണിംഗ് തിയറിയാണ്. ഇതിലെന്തുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോയിന്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ മേക്ക് യുവർ ലേണർ മോർ ആക്റ്റീവ്. അതിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. അതായത് ഇതിൻ്റെ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇതൊരു സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് അപ്രോച്ചാണ്. ടീച്ചർ സെൻറ്റേർഡ് അപ്രോച്ചും ഉണ്ട്, സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് അപ്രോച്ചും ഉണ്ട്. ഒരു ഡിഗ്രി PG ലെവലിലാണെന്ത്, ആൻഡ്രോഗോഗിക് ലെവലിലാണെന്ത് ഈ ലേണർ സെൻറ്റർ അപ്രോച്ച് ഉണ്ടാവുക. മറ്റേതൊക്കെ കുട്ടികളുടെ ടീച്ചേഴ്സ് എന്ത് പറയുന്നു അതുപോലെ കുട്ടികൾ പഠിക്കുന്ന രീതിയാണ്. അപ്പോൾ നമ്മൾ നെറ്റ് എക്സാമിന് പഠിക്കുന്ന സമയത്ത് ടീച്ചർ പറയുന്ന ഒരു ഗൈഡൻസ് ഉണ്ടാവും. ആ ഗൈഡൻസിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് PYQ സെഷൻ ഡിസ്കസ് ചെയ്തിരുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു പാറ്റേൺ, ഒരു പെർസെപ്ഷനാണ്. ഇങ്ങനെ നിങ്ങൾ PYQ സെഷൻ പഠിക്കണം. സാധാരണ നിങ്ങൾ പഠിക്കുന്ന പോലെ എന്താണ്, ചോദ്യം വായിക്കുന്നു, ഉത്തരം വായിക്കുന്നു, ചോദ്യം വായിക്കുന്നു, ഉത്തരം വായിക്കുന്നു, അങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഒരിക്കലും നെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. നെറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി PYQ സെഷൻ പഠിക്കണമെന്ന് നെറ്റ് ക്ലിയർ ചെയ്ത ആൾക്കാരൊക്കെ പറയാറുണ്ട്. പക്ഷെ അതെങ്ങനെ പഠിക്കണം എന്ന പാറ്റേൺ പല ആൾക്കാരും പറയാറില്ല. ഇതൊരു ടീച്ചിങ് രീതിയാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. ശരിക്കും നിങ്ങൾക്ക് ഈ ക്ലാസ് എടുത്ത് തരില്ല ചെയ്യണം. ഒരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ നമ്മളിവിടെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ ഈ 4 തരത്തിലുള്ള കോശങ്ങളെക്കുറിച്ചൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത് എന്താണ് ചെയ്യുന്നത്, ഇതിലൂടെ നിങ്ങൾക്കൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാണല്ലോ, ഒരു ഭാഗം എങ്ങനെ പഠിക്കണം എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് തുടങ്ങി വെച്ചിരുന്നു. ഇതേ രീതിയിൽ നിങ്ങളെല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവും ഒരു വാസ്റ്റ് നോളജ് ഉണ്ടായിരിക്കും. മാത്രമല്ല കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഏരിയ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ശരിക്കും ഒരു സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് അപ്രോച്ചാണ്. അതേപോലെ ഇതൊരു കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ശരിക്കും ഇതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമ്മൾ കൺസ്ട്രക്റ്റിവിസമാണ് പറയുന്നത്. അതെന്താണ്, സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് അപ്രോച്ചാണ്. അതായത് ഇവിടെ സ്റ്റുഡൻസ് ആണ് എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഇവരുടെ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ഡിസ്കഷൻസ് പിന്നെ നെറ്റിന് നമ്മൾ ഡിസ്കഷൻ അല്ല, ഒരു ജനറലി നമ്മൾ PhD ലെവലിൽ അല്ലെങ്കിൽ PG ലെവലിലൊക്കെ വരികയാണെങ്കിൽ ഡിസ്കഷൻസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുപോലെ പ്രോബ്ലം സോൾവിങ്, ഇതിലൂടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ കുട്ടികൾ ലേൺ ചെയ്യുന്നത്. അതാണ് ഓപ്ഷൻ 1 പറയുന്നത്. ഇനി ഓപ്ഷൻ 2 പറയുന്നത് നമ്മളെന്താണ് നിലവിലുള്ള ഐഡിയാസ് വെച്ച് ഗിവിങ് ഓപ്പർച്യൂണിറ്റി ലേണർ ടു ഇൻറ്റഗ്രേറ്റ് വാട്ട് ഈസ് പ്രസൻറ്റഡ് ആൻഡ് വാട്ട് ദേ ആൾറെഡി നോ. അതായത് നിലവിലുള്ള ഇൻഫോർമേഷനും പുതിയ ഐഡിയയും കണക്ട് ചെയ്ത് പഠിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു പിയാഷെയുടെ ഒരു കൺസെപ്റ്റാണ് ശരിക്കും ഈ രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത്. പിയാഷെ അത് എന്താണ്, പ്രോസസ് ഓഫ്
ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സ് പിയാഷെ പറയുന്നതാണ് എന്താ അസിമുലേഷൻ ആൻഡ് അക്കോമഡേഷൻ. അസിമുലേഷൻ അക്കോമഡേഷൻ പിയാഷയുടെ ഒരു കൺസെപ്റ്റാണ്. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ ലേണിംഗ് നമ്മൾ പുതിയ ഐഡിയാസും നിലവിലുള്ള ഐഡിയാസും കണക്ട് ചെയ്തിട്ട് ആണ് എന്ത് ചെയ്യുക ഇവിടെ ലേണർ പഠിക്കുക. പഴയ ഓൾറെഡി നമുക്ക് കുറേ അറിയുന്ന കാര്യങ്ങളുണ്ടാവും, അത് വെച്ചിട്ട് നമ്മൾ പുതിയ ഐഡിയാസ് എന്ത് ചെയ്യും കൺസ്ട്രക്ട് ചെയ്യാം. ജസ്റ്റ് ഒരു സെൻറ്റൻസ് ഇവിടെ എഴുതി വെക്കുകയാണെങ്കിൽ സ്റ്റുഡൻസ് ടേക്ക് ന്യൂ ഐഡിയാസ് and fit them into their pre-existing mental model. എന്നാണ് പ്രിയർ നോളജ് എന്ന് പറയാം. അത് പിയാഷെയാണ് ഈ വേർഡ് പറഞ്ഞിട്ടുള്ളത്, ഈ സെക്കൻഡ് വേർഡ്. ഗിവിങ് ഓപ്പർച്യൂണിറ്റി ടു ലേണർ ടു ഇൻറ്റഗ്രേറ്റ് വാട്ട് ഈസ് പ്രസൻറ്റഡ് ആൻഡ് വാട്ട് ദേ ഓൾറെഡി നോ. അവരുടെ മുമ്പിൽ ഇപ്പോൾ പ്രസൻറ്റ് ചെയ്ത കാര്യങ്ങൾ അവർക്ക് പുതുതായി അറിയുന്ന കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ട് പറയാം. ഇനി ഓപ്ഷൻ മൂന്നാമത്തത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു. മൂന്നാമത്തത് യെസ്, കൺസിഡറിങ് ലേണർ ആസ് എ സെൻസ് മേക്കർ ഹു കൺസ്ട്രക്ട് നോളജ്. നമ്മളിവിടെ പറഞ്ഞതാണ് കൺസ്ട്രക്ട് നോളജ്. നമ്മളെന്താണ് ഒരു സെൻസ് മേക്കറാണ്, മീനിങ് മേക്കറാണ്, ഒരു പാസീവ് റെക്കോർഡർ ആയിരിക്കില്ല. അതാണെന്ത് ഈ ഇവിടെ പറഞ്ഞ എന്താണ് കൺസ്ട്രക്ട് നോളജ്, സെൻസ് മേക്കർ. ഇതാണ് ഇതിൻ്റെ മെയിൻ ഡെഫിനിഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്ന മെയിൻ ഡെഫിനിഷൻ സെൻസ് മേക്കർ അല്ലെങ്കിൽ മീനിങ് മേക്കർ. വേറൊരാൾ പറഞ്ഞു തരുന്ന മീനിങ് നമ്മൾ അതേപോലെ പഠിക്കുകയല്ല ചെയ്യുന്നത്. ഇവിടെ സ്വന്തം എന്ത് ചെയ്യണം, പാസീവ് റെക്കോർഡിംഗ് അല്ല, എന്താണ് നമ്മൾ സ്വയം മനസ്സിലാക്കുന്നത് അതനുസരിച്ച് നമ്മളൊരു ആക്റ്റീവ് എന്താണ് മീനിങ് മേക്കറായി മാറുക ചെയ്യാം. നോട്ട് എ പാസീവ് റെക്കോർഡർ ഓഫ് ഫാക്ട്. ഇവിടെ നമ്മൾ 10ാം ക്ലാസ്സിലാണെങ്കിലും ഒരു 8ാം ക്ലാസ് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ശരിക്കും നമ്മളെന്താ ടീച്ചർ എന്താണോ പറയുന്നത് അതുപോലെ നമ്മൾ കാണാതെ പഠിച്ച് വെക്കുകയാണ് ചെയ്യാം അല്ലേ. പക്ഷെ ഇവിടെ ഈ കൺസ്ട്രക്റ്റിവിസത്തിൽ പറയുന്നത് അങ്ങനെയല്ല. നമ്മൾ മീനിങ് മേക്കറാണ്, ലേണർ മീനിങ് മേക്കറാണ്, സെൻസ് മേക്കറാണ്. അതെന്താണ് ആ വ്യക്തിയാണത് വാക്കുകൾ മീനിങ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്, മീനിങ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് അവളുടെ എക്സ്പീരിയൻസിലൂടെ, അവരുടെ ഇൻട്രാക്ഷൻ വിത്ത് ദ വേൾഡുമായുള്ള ഇൻട്രാക്ഷനിലൂടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇത് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് എന്നാണ് ഇവർ പറയുന്നത്. ഇവർ രണ്ടുപേരും പറയുന്നത്, പിയാഷെയും വിഗോസ്കിയും പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 4ാമത്തെ ഓപ്ഷനാണ്, ഓപ്ഷൻ 4 ആണ്. നമ്മൾ പറഞ്ഞു ഓൾറെഡി. ഗിവിങ് സ്റ്റഡി മെറ്റീരിയൽസ് ടു ലേണർ ടു റീകാൾ ആൻഡ് ആൾ ദ കണ്ടക്ട് പെർഫിഷ്യൻസിലി. അതായത് നമ്മൾ പറഞ്ഞു അത് നോക്കിയാൽ തന്നെ ശരിക്കും എന്ത് ചെയ്യും, നമുക്ക് ആൻസർ കിട്ടും. ശരിക്കും ഇത്രയും കൺസെപ്റ്റുകളോ ഈ പിയാഷെനെ കുറിച്ചോ കൺസ്ട്രക്റ്റിവിസത്തെക്കുറിച്ചോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ തന്നെ ഈ ആൻസർ നമുക്ക് കണ്ടെത്താൻ പറ്റും ചെയ്യുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ബോക്സ് പ്ലോട്ട് എ ബോക്സ് പ്ലോട്ട് ഈസ് യൂസ്ഫുൾ ഫോർ ഡിസ്പ്ലേയിങ് ഇൻഫോർമേഷൻ. ബോക്സ് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്,
നമുക്ക് ആദ്യം നോക്കാം. ഈ ബോക്സ് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പലതരത്തിലുള്ള ഗ്രാഫുകൾ കണ്ടിട്ടുണ്ടല്ലോ, അതുപോലെ ഒരു ഗ്രാഫാണ് എന്താ ശരിക്കും ഈ ബോക്സ് പ്ലോട്ട് എന്ന് പറയുന്നത്. ഈ ചിത്രം കണ്ടാൽ മനസ്സിലാവും. ഇതാണ് ബോക്സ് പ്ലോട്ട് എന്ന് പറയുന്നത്. ഗ്രാഫ് പോലെ തന്നെ നമ്മൾ പലതരത്തിലുള്ള ഗ്രാഫുകൾ വരയ്ക്കാറുണ്ടല്ലോ, അതുപോലെയുള്ള ഒരു ഗ്രാഫാണ് ഈ ബോക്സ് പ്ലോട്ട് ഗ്രാഫ് എന്ന് പറയുന്നത്. ഈ ബോക്സ് ഇങ്ങനെയും വരാറുണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെ താഴത്തേക്കും വരാറുണ്ട്. നമുക്ക് എങ്ങനെയും വരക്കാം ബോക്സ് പ്ലോട്ട് ഗ്രാഫുകൾ. ഓക്കെ, ഇതിന് മറ്റൊരു പേരാണെന്ത്, നമുക്ക് പറയുകയാണെങ്കിൽ എന്താ, ബോക്സ് ആൻഡ് വിസ്കർ പ്ലോട്ട്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്പ്ലേ ചെയ്യാമെന്നാണ് ഇതിൽ ചോദിക്കുന്നത്. ബോക്സ് പ്ലോട്ട് ഈസ് യൂസ്ഫുൾ ഫോർ ഡിസ്പ്ലേയിങ് ഇൻഫോർമേഷൻസ് ഓൺ ഔട്ട്ലൈനർ, അതുപോലെ തന്നെ കോറിലേഷൻ, മീഡിയൻ, ഓട്ടോ കോവേരിയൻസ്. ഈ കാര്യങ്ങൾ ഏതൊക്കെയാണ് ഇതിൽ ഡിസ്പ്ലേ ചെയ്യാൻ നോക്കി. ഈ ഗ്രാഫ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതിൽ ഔട്ട്ലൈനർ ഡിസ്പ്ലേ ചെയ്യും, ഔട്ട്ലൈനർ. അപ്പോൾ ഇത് ശരിയാണ്, ഔട്ട്ലൈനർ. പിന്നെ കോറിലേഷൻ ഇതിൽ വരില്ല. പിന്നെ ഇതിൽ ഡിസ്പ്ലേ ചെയ്യാൻ മീഡിയൻ ആയിരിക്കും. ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഒരു ഗ്രാഫാണ് ശരിക്കും. ഇത് നമ്മൾ സാധാരണ നമ്മൾ പരിചയമില്ലാത്തൊരു ഗ്രാഫാണ്. നമുക്ക് നോക്കാം, ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഗ്രാഫാണ്. നമ്മൾ എന്താണ് ഡിസ്ട്രിബ്യൂഷൻ, സ്പ്രെഡ്, ഒരു ഡേറ്റാബേസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, സ്പ്രെഡ്, സെൻറ്ററൊക്കെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഗ്രാഫാണിത്. ജസ്റ്റ് ഇവിടെ എഴുതിയിടാം. ബോക്സ് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഗ്രാഫ്. ഫുൾ എഴുതാം. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് വിഷ്വലി ഡിസ്പ്ലേ ഡിസ്ട്രിബ്യൂഷൻ, സ്പ്രെഡ് ആൻഡ് സെൻറ്റർ ഓഫ് ഡാറ്റാബേസ്. ഇതിന് ഒരു 5 കാര്യങ്ങൾ ഇതിൽ മെയിനായിട്ട് ഡിസ്പ്ലേ ചെയ്യും. 5 നമ്പർ സമ്മറി. ഈ 5 കാര്യങ്ങൾ നോക്കാം അതിൽ. അതിൽ 5 മെയിൻ പാർട്ടുകൾ ഉണ്ടായിരിക്കും. പ്രധാനമായിട്ടും 5 മെയിൻ പാർട്ടുകളാണുള്ളത്. അതിൽ ഫസ്റ്റ് ക്വാർട്ടൽ Q1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാർട്ടയിലാണ്. ഇവിടെ Q1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാർട്ടയിലാണ്. സെക്കൻഡ് ക്വാർട്ടയിൽ, അതുപോലെ തന്നെ സെക്കൻഡ് ക്വാർട്ടറിൽ മീഡിയൻ എന്നാണ് പറയാം. തേർഡ് ക്വാർട്ടയിൽ, അതുപോലെ മാക്സിമം വാല്യൂ, മിനിമം വാല്യൂ, ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഡിസ്പ്ലേ ചെയ്യാം. ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. 1 മിനിമം വാല്യൂ. മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എവിടെയാണ് വരിക, മിനിമം വാല്യൂ. രണ്ടാമത്തത്, ഇത് ഗ്രാഫ് നമ്മൾ വരയ്ക്കണ സമയത്തേന്ന് മനസ്സിലാവട്ടെ. സാധാരണഗതിയിൽ ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഗ്രാഫ് യൂസ് ചെയ്യുക. എക്സാമിനൊന്നും PGക്കൊന്നും വല്ലാതെ കാണാറില്ല ഈ ഗ്രാഫ്. രണ്ടാമത്തത് ഫസ്റ്റ് ക്വാർട്ടൈൽ. Q1 അല്ലെങ്കിൽ 25th % എന്ന് പറയും. അത് ഇവിടെയാണ് വരിക. Q1 അല്ലെങ്കിൽ 20th %.
രണ്ടാമതാണ് ഇതിൽ വരുന്നത് എന്താ മീഡിയൻ, മൂന്നാമത് മീഡിയൻ. മീഡിയന് മെയിനായിട്ട് Q2 ക്വാർട്ടൈൽ 2 അല്ലെങ്കിൽ സെക്കൻഡ് ക്വാർട്ടൈൽ അല്ലെങ്കിൽ 15th പെർസെൻറ്റൈൽ. ഓക്കെ, എന്താണെന്ന് പറയണമെങ്കിൽ ഒരു പ്രോബ്ലമൊക്കെ കാണിച്ച് പറയുമ്പോഴാണ് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. ഇത് ഇങ്ങനെയാണ് പഠിച്ചു വെക്കാം. മീഡിയൻ എന്ന് പറഞ്ഞാൽ ഈ ഇടയിലെടുക്കുക ഈ പോയിൻ്റാണെന്ന് മീഡിയൻ എന്ന് പറഞ്ഞാൽ നടുവുള്ള പോയിൻ്റ് മീഡിയൻ. പിന്നെ അടുത്തത് വരുന്നത് എന്താണ് തേർഡ് ക്വാർട്ടൈൽ. നാലാമത്തത് തേർഡ് ക്വാർട്ടൈൽ. Q3 എന്ന് പറയും, അല്ലെങ്കിൽ 75th പെർസെൻറ്റൈൽ. പിന്നെ മാക്സിമം വാല്യൂ ഈ തേർഡ് ക്വാർട്ടൈൽ ഇവിടെയാണ് വരിക, ഈ പോയിൻ്റ് Q1 Q2 Q3. പിന്നെ മാക്സിമം വാല്യൂ വരും. മാക്സിമം വാല്യൂ ഇതൊക്കെയാണ് ഇതിൽ വരിക. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ മെയിനായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത് ഇതിൽ ഔട്ട്ലൈനേഴ്സ് വ്യക്തമായിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. അതായത് മെയിൻ വാല്യൂസിൻ്റെ പുറത്തുള്ള വാല്യൂസൊക്കെ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഡിസ്പ്ലേ വിശദീകരിക്കാൻ പറ്റും. അതുപോലെ തന്നെ മീഡിയൻ ഇതിൽ കൃത്യമായിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ കോറിലേഷനും ഡിസ്പ്ലേ ചെയ്യാൻ പറ്റില്ല, ഓട്ടോ കോവേരിയൻസും ഡിസ്പ്ലേ ചെയ്യാൻ പറ്റില്ല. ഇതിൽ മെയിനായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ഔട്ട്ലൈനറും മറ്റൊന്ന്, ഇത് കുറച്ച് കേൾക്കാത്ത ഭാഗമായതുകൊണ്ട് കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ അത് ചോദിച്ചിട്ടുള്ളത്. ഔട്ട്ലൈനർ, മീഡിയൻ. അപ്പോൾ A ആൻഡ് C ആണ് കറക്റ്റ് ആൻസർ. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ കൂടി നോക്കാം. അവിടെ ഡിഡക്റ്റീവ് നമ്മൾ മുമ്പ് പഠിച്ച ഒരു കൺസെപ്റ്റാണ് ഡിഡക്റ്റീവ് എന്താണ് മെത്തേഡ്, റിസർച്ച് ഡിഡക്റ്റീവ് റീസണിങ് അല്ല ഡിഡക്ഷൻ എന്നൊക്കെ പറഞ്ഞ ടേം നമ്മൾ പഠിച്ചതാണ്. ഡിഡക്ഷൻ അല്ലെങ്കിൽ ഡിഡക്റ്റീവ് ടേം അത് ടോപ്പ് ഡൗൺ അപ്രോച്ചാണ്, നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് ചുരുക്കിയാണ് എന്ത് ചെയ്യുന്നത്, ഡിഡക്ഷൻ വിശദീകരിക്കുന്നത്. അല്ലെങ്കിൽ ഡിഡക്റ്റീവ് റീസണിങ്. ഇവിടെ നമ്മൾ പഠിച്ചത് തന്നെയാണെന്ത്, ടോപ്പ് ഡൗൺ പേഴ്സ്പെക്റ്റീവ് ആണത്, ടോപ്പ് ഡൗൺ അപ്രോച്ച്. ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നത് എന്ത് ചെയ്യുന്നു, ആദ്യം എന്ത് തിയറി ഡെവലപ്പ് ചെയ്യും. ഈ തിയറിയുടെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു കാര്യങ്ങൾ പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇൻ്റർപ്രറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ആദ്യം നമ്മളൊരു ജനറൽ തിയറി ഉണ്ടാവും, ജനറൽ ടു സ്പെസിഫിക് ആണ്. ജനറൽ ടു സ്പെസിഫിക് ഒരു ജനറൽ തിയറി എടുക്കും. ആ ജനറലിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു തിയറീൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കാര്യം വിശദീകരിച്ച് പോവുകയാണ് ചെയ്യുക. അതിലാദ്യം നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ തിയറി എടുക്കുക ചെയ്യാം. തിയറി ഏതെങ്കിലും ഒരു തിയറി എടുക്കും. ആ തിയറിയുടെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യും. ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഹൈപ്പോത്തിസിസിൻ്റെ ബേസിൽ എന്ത് ചെയ്യും, ഡാറ്റ കളക്ട് ചെയ്യും. പറഞ്ഞതായതുകൊണ്ടാണ് കൂടുതൽ വിശദീകരിക്കാത്തത്. പിന്നെ ഈ ഡാറ്റ കളക്ട് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഡാറ്റ കളക്ട് ചെയ്താൽ നമുക്കൊരു ഫൈൻഡിങ്സ് കിട്ടുമല്ലോ, ഫൈൻഡിങ്സ് കിട്ടും. ഈ ഫൈൻഡിങ്സ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മുമ്പൊരു ഡാറ്റ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്തല്ലോ, ഈ ഹൈപ്പോത്തിസിസ് എന്ത് ചെയ്യും, ടെസ്റ്റ് ചെയ്യും.
ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒന്നെങ്കിൽ നൾ ഹൈപ്പോത്തിസിസ് ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ആക്സെപ്റ്റ് ചെയ്യും. ഇതാണ് ഇതിൽ വരുന്നത്. ഡിഡക്റ്റീവ് റീസണിങ് വരുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞതായതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കണില്ല. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻസ് ഇനി എന്ത് ചെയ്യും, തുടർച്ചയായിട്ട് ഇങ്ങനെ ഡിഡക്റ്റീവ് റീസണിങ്ങുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത്ര മാത്രം മനസ്സിലാക്കാം. ഒരു തിയറിൻ്റെ ബേസിൽ നമ്മൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് സി ആണ്. പിന്നെ നമ്മൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യും. ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ പോകും. ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫൈൻഡിങ്സ്, ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫൈൻഡിങ്സ് ആണല്ലോ ഉണ്ടാവുക. അപ്പോൾ 4 ഫൈൻഡിങ്സ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഈ ഫൈൻഡിങ്സിൻ്റെ ബേസിൽ നമ്മൾ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യും. 5 ഇതാണ്. അപ്പോൾ ആദ്യം വരുന്നത് സി ആണ്. ഓപ്ഷൻ സി വരും ആദ്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വരിക ഏതാണ്, സി കഴിഞ്ഞാൽ പിന്നെ 2 ഇ ആണ് വരിക. സി കഴിഞ്ഞാൽ ഇ വരും. പിന്നെ ഇ കഴിഞ്ഞാൽ എ ഡാറ്റ കളക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഫൈൻഡിങ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്. ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.